അപ്പോൾ നമ്മൾ ആധുനിക പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പണ്ഡിതന്മാരിൽ 3 ജയൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 3 ആൾക്കാർ. ഒന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബിൻ നാസിർ അസ്സാദി, അത് ഉനൈസയിൽ നിന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് ഇബിൻ ബാസ്, മൂന്നാമത്തത് മുഹമ്മദുൽ അമീൻ ഷൻഖീത്തി. ഈ 3 ജയൻസാണ് ശരിക്കും ഇബ്നു ഉസൈമീൻ്റെ പ്രധാനപ്പെട്ട 3 ടീച്ചേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്രയും നല്ലൊരു എക്സ്പോഷറാണ്, അത്രയും നല്ല മെൻറ്റേഴ്സിനെയാണ്, അത്രയും നല്ല ടീച്ചേഴ്സിനെയാണ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീന് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം റിയാദിൽ പഠിക്കുന്നു, അവിടുന്ന് വലിയ പണ്ഡിതനാകുന്നു. അതിനുശേഷം അദ്ദേഹം ഉനൈസയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഉനൈസയിൽ തിരിച്ചെത്തുന്നത് അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സാദി അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം നാസിർ അസ്സാദിയുടെ ഒരു സഹപ്രവർത്തകനായി, സഹകാരിയായി പ്രവർത്തിക്കുന്നു. അവർ 2 പേരും കൂടി ഉനൈസയിലെ ഈ പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടുത്തെ ദഅവത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നിർവഹിക്കുന്നു.